അഥവാ ആരാധനാകർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടമുണ്ട്. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലുള്ള സകാത്ത് കമ്മിറ്റികളും സകാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ ഇതില്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴാ സകാത്തിനൊപ്പം ആക്കിയത്? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം. എപ്പോഴാണ് ജുമ ഉണ്ടായത്? ഹിജറയ്ക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു ശേഷം ഹിജറയോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. എവിടെ വെച്ചാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട്? എവിടെ വെച്ചാ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്? എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായ ശേഷമാണ്. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് വരിക. ഡോക്ടർ ആരിഫ് ഹുസൈൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ അറിയാം ചില എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി പ്രകടമാകുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് ശക്തികളാണ് എന്ന്. ഇടത് വലത് മുന്നണികൾ തരാതരം പോലെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ വളരെ കൃത്യമായി വാങ്ങിയെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. ഇത് കേരള രാഷ്ട്രീയത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? ഈ ഒരു വിഷയം, ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ ഇതുപോലെയുള്ള ദേശവിരുദ്ധർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയൊക്കെ ഒരു മുഖമൂടി അണിഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും അവരുടെ പിന്തുണ ഒളിഞ്ഞും പാത്തും ഇതേപോലെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ കണ്ണ് ഇനിയെങ്കിലും തുറന്നില്ലെങ്കിൽ നമുക്ക് കാര്യമായ എന്തെങ്കിലും തകരാറുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇതൊരു നല്ല അവസരമായിട്ട് മാറിയിരിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ഒരു കാര്യം ഇവിടെ സന്തോഷമുണ്ട്, അതായത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വക്താവ് ഇവിടെ പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത്, പണ്ടൊക്കെ നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് SFIയിലൂടെയൊക്കെ വന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് നടന്നിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇന്ന് അതിനെ തിരിഞ്ഞ് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതിലെ വിഷയം, ആ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ നമുക്കതൊരു പൂർണ്ണമായ ഒരു ആശ്വാസമായിട്ട് കണക്കാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിനകത്തൊരു വിഷയം. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇൻക്ലൂഡിങ് BJP എല്ലാവരും ഒരേപോലെ ഇതുപോലെയുള്ള മതപ്രീണനം നടത്തി അതിലൂടെയുള്ള വോട്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. ഇത് നിർത്തണം. ഇത് ഈ രാജ്യത്ത് ജനാധിപത്യമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, മതേതരത്വമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ആദ്യം എടുത്ത് ഒഴിവാക്കേണ്ട സാധനമാണ് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ പോളിസികൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രചരിപ്പിച്ച് അതിൽ വിശ്വാസം എടുക്കുന്ന രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ച് അങ്ങനെ വോട്ട് നേടുന്നൊരു അവസ്ഥയിലേക്ക് വരാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത്ര നാളും അത് സാധിക്കാതെ പോയത്? അത് ഇനിയും തുടരുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്, ചില പ്രത്യേക പാർട്ടികൾക്ക് അവരുമായിട്ട് കൂടുതൽ ചേരുന്ന രീതിയിലേക്ക് ഇത്തരം ഈ പ്രീണനം ഏറ്റുവാങ്ങിയിരുന്ന ആളുകൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തുമ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നൊരു കാര്യം അതേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് വലിയ സന്തോഷമോ ആശ്വാസമോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഇവിടെ ആ ഒരു വിഷയം ഇവിടെ നമുക്ക് കണ്ണു തുറപ്പിക്കാവുന്ന സാധനം തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ഇതിൽ ഇവിടുത്തെ ഏറ്റവും എനിക്ക് പറയുന്നതുകൊണ്ട് വിഷമമുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാറിയതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഷാക്കിർ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ഒരു സാധാരണ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള ഒരു ആള് തീരുമാനിക്കുക അല്ലെങ്കിൽ അവർ ചിന്തിക്കുക, ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ഇതൊരു അനാവശ്യമായ വേട്ടയാടലാണല്ലേ എന്ന രീതിയിലേക്കല്ലേ പോവുക. മുസ്ലിം ലീഗ് എൻ്റെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഒരു വശത്ത് പറയുന്നു മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അവരുമായി ബന്ധമുള്ള അതിലൂടെ പെറ്റുപെരുകിയിട്ടുള്ള ഒരുപാട് മറ്റ് പോഷക സംഘടനകൾ എന്ന് പറയാവുന്ന കുറേ സംഘടനകളുണ്ട്. അതിലൊന്നാണ് SDPI, മറ്റൊന്നാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി, മറ്റൊന്നാണ് ഇപ്പോൾ നമ്മൾ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര സംഘടനകൾ. അങ്ങനെ പല രൂപത്തിലും സ്വഭാവത്തിലുള്ള സംഘടനകൾ ഉണ്ടായിരിക്കെ അതൊന്നും കാണാതെ
എന്താണ് അവർക്ക് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. മുസ്ലിങ്ങളെ തന്നെയാണ് നിങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. ഒരു കാര്യം അവിടെ ക്ലിയർ ആയിട്ട് പറയണം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പച്ച പുല്ല് നടക്കുന്ന ഒരു പശു അല്ല. അത് വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു എന്താണ്, ചെന്നായുടെ തോലിട്ട് നടക്കുന്ന ഒരു അസൽ ചെന്നായ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡബിൾ തോലാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് ഒരു ആട്ടുംകുട്ടിയായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് കാര്യം? ഇവിടെ നമ്മൾ ഈ ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഘടനയായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടക്കൊലകൾ നമ്മളെ രാജ്യത്ത്, അതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നതായാലും എല്ലാത്തിലും ഒരു പങ്ക് ഈ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. പലതവണ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഘടനയ്ക്ക് പല രൂപത്തിൽ, ഇപ്പൊ നമ്മൾ അത് പറയുമ്പോൾ പറയും ആ സംഘടനയല്ല കേരളത്തിലെ സംഘടന, കേരളത്തിലേതല്ല അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഒരു ആനുകൂല്യം ഈ ഹിന്ദു സംഘപരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? അവരെ കുറിച്ച് പറയുമ്പോഴും അവരും അത് തന്നെയല്ലേ പറയുന്നത്, അത് ഞങ്ങളിൽപ്പെട്ടവരല്ല, അത് വേറെ സംഘടനയാണ്, ഇത് സംഘപരിവാർ സംഘടനയല്ല, ആ സംഘടനയുടെ സ്വഭാവമല്ല ഈ സംഘടനയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ ഇതുപോലെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയാറുള്ളത്? അത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നു, ആ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ആ ആനുകൂല്യം, ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്ന ആനുകൂല്യം, അത് ഈ പറയുന്ന ഹിന്ദു സംഘടനകൾക്ക് നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ആ പരിപ്പ് ഇവിടെ എടുക്കില്ല. അതല്ല അതിൻ്റെ രീതി. എവിടെയായാലും നിങ്ങൾ നിങ്ങളുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില മുഖമൂടികൾ അണിയുന്നു, ചില തക്കിയകൾ നിങ്ങൾ കളിക്കുന്നു. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1971 കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കെ, അതിൽ അവിടെ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇന്ത്യയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയായിട്ട് മാറി നിൽക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ചാണ് ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത്. അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളത്. അവർക്ക് അതേ കുഴപ്പമുള്ളൂ. കാരണം അവർക്ക് എപ്പോഴും വലുതായിട്ടുണ്ടായിട്ടുള്ളത് അവരുടെ രാഷ്ട്രവാദം തന്നെയാണ്. പിന്നെ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പല ക്ലാസ്സുകളിലും അബദ്ധവശാൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കും ഞാൻ പറയുകയാണ്. അബ്ദുറഹിമാനെ പോലെയൊക്കെയുള്ള ആളുകളോട് പ്രസംഗിച്ച് നടന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, നമ്മളിവിടെ നമ്മളുടെ നിയമ സംവിധാനങ്ങളിലൂടെ പോകാൻ പാടില്ല, അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അവരുടെ ക്ലാസ്സുകളിൽ പോയിരുന്ന് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടപ്പോൾ, അന്ന് കുട്ടിയായിരുന്ന എനിക്കത് കേട്ടിട്ട് കുറച്ച് ബോധം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതെന്താ ഈ പറയണത് എന്ന് തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കേണ്ടി വന്നത്. കാരണം അതിന് അവരെടുത്തു വെച്ച കാരണം ഇസ്ലാം തന്നെയാണ് അവർ പറഞ്ഞത്, ഷിർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇവിടെ എന്തിനാ മതം വലിച്ചഴിക്കുന്നതെന്ന്. മതം വലിച്ചഴിച്ചിട്ടാണ് ഇവിടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. ഷിർക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ മതത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് വോട്ട് ചെയ്യരുത്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ജോലി എടുക്കരുത്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങൾ കോടതികളിലെ ഒന്നും സമീപിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ, അവരെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പമെന്ന്? എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാമെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തക്കികളിലൂടെ അവർ സ്വയം ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തരികടകൾ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രസക്തി പോലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? ഒരു പ്രസക്തിയില്ല. നിങ്ങൾ അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അതിന് വോട്ട് നേടുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ച. അപ്പം ഞാൻ പറയുന്നു, ഈ പ്രീണന രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുവെക്കുക. ഇത് മറ്റ് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയവും ഇവിടെ എടുക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. പരസ്പരം അങ്ങോട്ടും കൊടുത്തും കൊണ്ടും ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ജനാധിപത്യ മതേതര ലക്ഷ്യങ്ങളിൽ നിന്നും അകന്നുപോയിക്കൊണ്ട് ഇത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും. അതിനിപ്പോൾ ആരാ വഴിവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളെന്നോ സംഘപരിവാറെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കൈയൊഴിയാൻ കഴിയില്ല. അതിന് തുടക്കം വെക്കുന്നത് നമ്പർ 1 അതിൻ്റെ കാരണമായിട്ട് വരുന്നത്
ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക രാഷ്ട്രവാദ സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ, അതിനെ സമദൂരത്തിൽ നിർത്തണം. അതിനെ സമദൂരം എന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട സമയത്താണ് അഭിമാനപൂർവ്വം ഞങ്ങളത് കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വക്താക്കൾ മാറുന്നു. അപ്പോൾ അത് പരിശോധിക്കണം. ഏതായാലും അതിനെ തള്ളി പറയുന്ന ഇടതുപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഭാവിയിൽ നിങ്ങൾ അത് ഏറ്റുപറയുന്ന ആളുകളായിട്ട് മാറരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. BJP-യോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം പലപ്പോഴും ആലപ്പുഴയിൽ അടക്കമുള്ള ചില CPM-ന്റെ ഒക്കെ ചില ഗ്രൂപ്പുകളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ മുന്നേ കണ്ടതാണ്. SDPI-യുമായിട്ടുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് കൂട്ടമായ രാജിവെക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല വെസ്റ്റ് ബംഗാളിലും മറ്റു പല സ്ഥലങ്ങളിൽ SDPI-യുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് വോട്ട് നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലും അത് നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ശേഷം SDPI-യുടെ ആ ഒരു തുറന്ന പ്രഖ്യാപനമൊക്കെ വന്നപ്പോഴാണ് ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ജാള്യത നിറഞ്ഞൊരു സാധനമായിട്ട് മാറിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഇതെന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. മതേതരത്വത്തിന് അതല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരെയുള്ള ഒരു കൊഞ്ഞനം കുത്തലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദക്കാരുമായിട്ടുള്ള കൈകോർക്കൽ എന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ട ഒരു പാഠമാണെന്നാണ് പറയുന്നത്. ഷാക്കിർ, ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും ഒക്കെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ഒരു സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ ഇതെങ്ങനെയാണ് നോക്കിക്കാണുക? താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന്, ഞാൻ പറയാത്തത് എൻ്റെ വായിൽ പിന്നെ വെക്കല് ദയവായിട്ട്. മറ്റൊന്ന്, ഞാൻ പറഞ്ഞ കാര്യം അല്ല ഷാക്കിർ തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പിന്തുണച്ച് വോട്ട് തരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഞാൻ SDPI പറഞ്ഞിട്ടില്ല, ഞാൻ SDPI പരാമർശിച്ചിട്ടില്ല, SDPI എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI, അതുപോലെ വെൽഫെയർ പാർട്ടി, PDP ഇതൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ പറയണല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുമായി എപ്പോൾ സമരസപ്പെട്ടോ? ഒരു മിനിറ്റ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗ് സമരസപ്പെട്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നീലിമ ചോദിച്ച ചോദ്യം, ഇപ്പോൾ ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിൽ ഇരിക്കുന്ന സുഹൃത്ത്, അദ്ദേഹം നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ക്ലാസ്സിന് കുറേ പോയി, പിന്നെ SFI-ലും ഇടതുപക്ഷത്തിലും കുറേ പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം എക്സ് മുസ്ലിമായി ഇപ്പോൾ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞതിന് മറുപടി ഉണ്ട്. അദ്ദേഹം PDP പിന്നെ UDF-നാണ് പിന്തുണച്ചത് പറഞ്ഞ് തടി ഊരാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ അവസാനം നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ PDP 91-ൽ RSS-ന് പകരം ISS ഉണ്ടാക്കിയ കക്ഷിയാണ് അബ്ദുൽ നാസർ മദനി. ആ അബ്ദുൽ നാസർ മദനി ISS നിരോധിച്ചപ്പോൾ PDP ഉണ്ടാക്കിയിട്ട് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ, ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ, തലശ്ശേരിയിൽ നായനാർക്ക് വേണ്ടി, പിന്നെ അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമായി പിന്തുണച്ചവരാ. ET മുഹമ്മദ് ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ അബ്ദുൽ നാസർ മദീനെ തോളിൽ കൈവച്ച് നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തീവ്രവാദികളെയും ഭീകരവാദികളെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇക്കാലം അത്രയും പിന്തുണച്ചിട്ടില്ല. അത് RSS-ന്റെ വർഗീയതയാണെങ്കിലും, അത് ISS-ൻ്റെതാണെങ്കിലും, PDP-യുടേതാണെങ്കിലും, SDPI-യുടേതാണെങ്കിലും ഒരേ നിലപാടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും നമ്മുടെ നാടിന് ആപത്താണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, അത് പ്രഖ്യാപിച്ചിട്ടുള്ള, അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് വേറെ ഏതെങ്കിലും UDF-ന്റെ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് ചോദിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞതാണല്ലോ, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അതൊരു ഭീകരവാദ സംഘടനയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയുമായി നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒരു സെക്കൻഡ് കൊടുക്കൂ. ഒറ്റ സെക്കൻഡ് ഷാക്കിറിനോട് ഒരു ക്ലാരിഫിക്കേഷൻ. നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് ഷാക്കിർ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തോട് നമുക്ക് യോജിപ്പില്ല, പക്ഷെ അവരൊരു തീവ്രവാദ സംഘടനയാണ്, അവരൊരു പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്നും പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏത് വാദത്തോടാണ് നിങ്ങൾക്ക് എതിർപ്പ്? എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപരമായിട്ടുള്ള നിങ്ങളുടെ എതിർപ്പ്? ഏത് വാദത്തോടാണ്? ഞങ്ങൾ ഇപ്പോൾ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ CPM-മായി പിന്നെ ഒരു കാലത്ത് ഞങ്ങൾക്ക് സഖ്യമുണ്ടായിരുന്നു. CPM-മായി അത് ഇപ്പോൾ അതിശക്തമായി വിയോജിപ്പും രാഷ്ട്രീയ ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നു. CPM ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല.
എന്നാൽ അവരുടെ ചെയ്തികളും ഭരണവും മോശമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ, ഈ പാനലിൽ ഇരിക്കുന്ന നീലിമയോട് ചോദിക്കട്ടെ, ഞാൻ കൃത്യമായി പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ലീഗിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് റജി ലൂക്കോസിന്റെ പാർട്ടിക്കാർ. കാലങ്ങളായി 2011 വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ ഇന്നലെ ചന്ദ്രികയിൽ ഡോക്ടർ MK മുനീർ സാഹിബ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ നീലിമയ്ക്ക് ഇപ്പോൾ അയച്ചു തന്നതിന് സംശയമുണ്ട്. 23 പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിൽ CPM പ്രത്യക്ഷ സഖ്യത്തിലായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 15 എണ്ണം. അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഐക്യജനാധിപത്യ മുന്നണി ഇതിൽ ഏതെങ്കിലും വിഭാഗമായി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ തെരഞ്ഞെടുപ്പിൽ ഓരോ ആളുകളും ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ നേരത്തെ റജി ലൂക്കോ സംസാരിക്കും, നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചത് എന്താണ്? ഡൽഹി AKG സെന്ററിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഇരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റജി ലൂക്കോസ്, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തിനാണ് AKG സെന്ററിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ സ്വീകരിച്ചിരുന്നത്? ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്താണ് ഹിറ സെന്ററിൽ. ഈ ഹിറ സെന്ററിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ വോട്ടിന് വേണ്ടി എത്ര തവണ കയറി നിരങ്ങിയിട്ടുണ്ട്. എന്താ നിങ്ങൾ മറച്ചു വെക്കുന്നത്? അന്ന് അവർ വേറൊരു കൂട്ടർ, ഇന്നവർ വേറെ കൂട്ടർ. ഞങ്ങൾ അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപിതമായ സംഘടനാ താല്പര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ സംഘടനയെ ചേരൂലായിരുന്നോ? അതിനോട് യോജിപ്പില്ല, വിയോജിപ്പാണ്. അവരുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. എന്നാൽ ആ പ്രസ്ഥാനം രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് എതിരെ വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ ഭീകരവാദിയാക്കി തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നതിന് യോജിപ്പില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതായത് UDF-ന് വോട്ട് നൽകുന്നത് കൊണ്ട് ഞങ്ങൾ അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നില്ല, അതല്ലേ പറഞ്ഞു വരുന്നത്? അവരിനി LDF-ന് വോട്ട് ചെയ്താലും ഞങ്ങൾ അവരെ ഭീകരവാദികളെ ചിത്രീകരിക്കൂല. അത് ഇത്ര കാലം അവർ LDF-നല്ലേ വോട്ട് ചെയ്തിരുന്നത്. ഇനി അവർക്ക് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനോ സംഘടന അല്ല ഇവർ. പക്ഷെ ഇവരൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ UDF-ന് ഈ ഫാസിസ്റ്റ് ദുർഭരണത്തിനെതിരെ അവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ അവർ UDF-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെ ഭീകരവാദികളാക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇരുവരും, രണ്ട് മുന്നണികളിലുള്ളവരും ബംഗ്ലാദേശിന്റെ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലേ. എപ്പോഴാണ് ഇവർ ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതെന്ന് നമുക്കറിയാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ തന്നെ എത്രയോ മാസങ്ങളായി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെയുള്ള സംഘടനകൾ SDPI, ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇതുപോലെയുള്ള ആ കൂട്ടം അതൊരു പാക്കേജാണ്. അതിനകത്ത് ഞാൻ SDPIയെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. അതുപോലെ അതൊരു പാക്കേജാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ അതിനകത്ത് എണ്ണി പെറുക്കിയിട്ടാണ് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം നിങ്ങൾ ഹിന്ദു പരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അത് നമ്മളെ ഷാക്കിറിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് ആവർത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ്. സിമി അടക്കം അതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇതില് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ ബംഗ്ലാദേശിന്റെ കാര്യമോ പലസ്തീന്റെ കാര്യമോ ഒക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ഉള്ളത്? നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാലോ. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുണ്ടാക്കിയിട്ടുള്ള തീവ്രവാദ ബന്ധവും തീവ്രവാദ പ്രവർത്തനങ്ങളും അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ആ സംഭവങ്ങളും ഇതെല്ലാം നമ്മളിവിടെ പരാമർശിച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു സംഘടനയെ ഇതുപോലെ വെളുപ്പിക്കേണ്ട എന്താവശ്യമാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു വർഗീയ സംഘടനയ്ക്കുള്ളത് എന്ന് ഞാൻ ചോദിക്കും. കാരണം ആ പേരിൽ തന്നെ വർഗീയത ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുസ്ലിം ലീഗ് എന്നുള്ള ആ പാർട്ടിയോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു വളരെ വലിയ വിയോജിപ്പ് തന്നെയാണുള്ളത്. അതുപോലെ നേരിട്ട് മുസ്ലിം ലീഗിനെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ മുഴുവൻ പറയുന്നത് കേൾക്കും. അപ്പൊ ഏതായാലും അവിടെ നമ്മൾ ചോദിക്കുന്ന ആ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ ഒരു നേർക്ക് നേരെ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നേർക്ക് നേരെ ഒരു ഉത്തരം, വർഗീയ പാർട്ടി തന്നെയാണ്, മതമാണ് പ്രശ്നം എന്ന് പ്രസംഗിച്ചത് ഷാജിയാണ്. ഷാജി നിങ്ങളുടെ ആളല്ലാന്ന് നിങ്ങൾ തള്ളി പറയോ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ വന്നു നിന്ന് മുസ്ലിം ലീഗ് വന്നു നിന്ന് പ്രസംഗിക്കുന്നത് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അത് വർഗീയത അല്ലാതെ പിന്നെ എന്താ തേനും പാലും ഒഴുക്കലാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും ആ മരുമകളും
മകളും ആ മരുമകനും തമ്മിലുള്ള ആ ബന്ധത്തെ വെച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ തന്നെ നേതാക്കളായിട്ടുള്ള ആളുകൾ എന്താ പറഞ്ഞത്? വ്യഭിചാരി എന്നുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെന്താ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? നിങ്ങൾ മാപ്പ് പറഞ്ഞു? ഇല്ലല്ലോ. ഞാൻ മതപരമായ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മളെ കല്ലായി അബ്ദുറഹ്മാൻ ഒഴിഞ്ഞു മാറുകയല്ലേ നമ്മൾ കണ്ടത്? നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, മതമാണ് അതിന്റെ കാരണം, കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP വന്നതിനേക്കാൾ മുന്നേ തന്നെ ആ കലർത്തൽ ഇവിടെ നടത്തി ഇന്ത്യക്ക് മാതൃക കാണിച്ചത് ഇസ്ലാം തന്നെയാണ്, മുസ്ലിം ലീഗ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതിന്റെ കളങ്കം നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന്റെ ചോരക്കര നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട വേദികളിൽ വന്നു നിന്ന് അത് ചോദിക്കപ്പെടുമ്പോൾ അവിടെ അതിന് ഉത്തരം പറയുന്നതിന് പകരം നിങ്ങൾ അവിടെ പാലസ്തീനിലെ കാര്യം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വേറെ സംസാരിക്കേണ്ടി വരും. പാലസ്തീനിലെ ആ പ്രശ്നത്തിന്റെ പിന്നിലും ഈ മതം തന്നെയാണ്. ആ ജൂതവിരുദ്ധത നിങ്ങൾ ആദ്യം മടക്കി 10 പോക്കറ്റിൽ വെക്കൂ, എന്നാൽ ആ പ്രശ്നം തീരുള്ളൂ. അല്ലാതെ ഒന്ന് പറഞ്ഞ അടുത്തതിന് പാലസ്തീൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നം തീരില്ല. അതിന്റെ പിന്നിലും ഇസ്ലാം തന്നെയാണ്. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം ഇരിക്കാം, അത് മാത്രമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇത്രമാത്രം സിമി അടക്കം, പോപ്പുലർ ഫ്രണ്ട് അടക്കം, അതുപോലെ ഓരോ ഇത്തരം തീവ്ര സംഘടനകളടക്കം വളരെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ട്രാക്ക് റെക്കോർഡുള്ള ജമാഅത്ത് ഇസ്ലാമി, അതിന്റെ എല്ലാ തരത്തിലുള്ള ഉപ്പും മുളകും തേച്ചു കൊടുക്കുന്ന ആ ആശയ പരിസരം ഒരുക്കി കൊടുത്ത മൗദൂദി സ്ഥാപിച്ച ഈ ജമാഅത്ത് ഇസ്ലാമി, ആ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയാൻ മുസ്ലിം ലീഗിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നിങ്ങൾ എന്തിനാണ് അതിന് വെറുതെ താങ്ങുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇത് സത്യത്തിൽ ഇവിടെ വളർത്തുന്നത് മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ള അവരുടെയും വർഗീയതയും അവരുടെയും അത്തരത്തിലുള്ള ആശയങ്ങളും വളർത്താനുള്ള ഒരു അവസരമല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് അത് വളർന്നു കഴിയുമ്പോൾ അത് വളരുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരമെങ്കിലും പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്നത്. ഇതുവരെ നിങ്ങൾ അതിനൊരു കൃത്യമായ ഒരു ഉത്തരം തന്നിട്ടില്ല. ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇനിയെങ്കിലും അത് പറയൂ. ചർച്ച തീരാറായി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.